ഭരണഘടനാ ഭേദഗതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി അല്ലെങ്കിൽ നിങ്ങൾ നടപ്പാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ജമ്മു കാശ്മീരിനെ കുറിച്ച് നിങ്ങൾ പറയുന്നു ആർട്ടിക്കിൾ 370 റദ്ദാക്കി. ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കണമെന്ന് രാജ്യത്തെ പരമോന്നത നീതിപീഠം പറഞ്ഞത് കഴിഞ്ഞ ഡിസംബറിലാണ്. നടപ്പാക്കിയിട്ടില്ല. ലോക്സഭയിൽ സ്പീക്കർക്കൊപ്പം ഒരു ഡെപ്യൂട്ടി സ്പീക്കർ വേണമെന്ന് ഭരണഘടന പറയുന്നുണ്ട്. നടപ്പാക്കിയിട്ടില്ല. എവിടെയാണ് നിങ്ങൾ ഭരണഘടനയെ മാനിക്കുന്നത്? അല്ല, ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറിനൊക്കെ തെരഞ്ഞെടുപ്പ് സ്പീക്കർ തീരുമാനിച്ചോളൂ, ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്. അത് സ്പീക്കർ തീരുമാനിച്ചോളൂ. അല്ല, ഭരണഘടന പറയുന്നതാണ്, ജനങ്ങളുടെ അവകാശമാണ്, സഭയുടെ അവകാശമാണ് ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാവുക എന്നുള്ളത്. സ്പീക്കർ ഇപ്പോൾ ഓം ബിർള തീരുമാനിക്കേണ്ടതല്ല, ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അല്ല, ആർട്ടിക്കിൾ 370 കുറിച്ച് നിശ്ചയം ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ആദ്യം ആർട്ടിക്കിൾ 370 ഇന്ത്യക്കകത്ത് മറ്റൊരു രാജ്യം ഉണ്ടാക്കിയതല്ലേ ഇവര്. ഞാൻ ചോദിക്കട്ടെ, ജമ്മു കാശ്മീരിലെ അന്നത്തെ രാജാവ് ഇന്ത്യയിൽ ലയിക്കാൻ എഴുതി കൊടുത്ത ഉടമ്പടി എന്താ? വർത്തമാനത്തിൽ 2023 ഡിസംബറിൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പറയുന്നു സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കണം ഉടൻ. കൊടുത്തിട്ടില്ല. സുപ്രീം കോടതിയെ മാനിക്കുന്നുണ്ടോ? അല്ല, കാശ്മീരിന് പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ആ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ 370 എടുത്തു കളഞ്ഞതും. ഇപ്പോൾ കാശ്മീർ ഏറെക്കുറെ സമാധാനപൂർണ്ണമായിട്ട് നടക്കുന്നുണ്ട്, കാര്യങ്ങൾ പോകുന്നുണ്ട്. അവിടെ നാളെ അതിനുള്ള സമാധാനപരമായിട്ട് ഇതൊന്നും കോടതിക്ക് അറിയാഞ്ഞിട്ടല്ലോ. അവിടുത്തെ സംസ്ഥാന രാജ്നാഥ് സിംഗ് അടിയന്തരാവസ്ഥ കാലത്ത് 3 മുതിർന്ന സുപ്രീം കോടതി ജഡ്ജിമാരെ മറികടന്ന് ജസ്റ്റിസ് റായെ നിയമിച്ച കാര്യമെന്ന് പറഞ്ഞു. ശരി, അടിയന്തരാവസ്ഥ കാലത്ത് ജുഡീഷ്യറിയെ വരുതിയിലാക്കാൻ ഇന്ദിരാഗാന്ധി ശ്രമിച്ചു. നിങ്ങൾ ജുഡീഷ്യറി ചെയ്യുന്നത് എന്താണ്? അതാണ് ഇപ്പോഴത്തെ ചോദ്യം. 1 വർഷമായി ജമ്മു കാശ്മീരിലെ സംസ്ഥാന പദവി തിരികെ കൊടുക്കാൻ പറഞ്ഞിട്ട് ചെയ്യുന്നില്ല. ഡെപ്യൂട്ടി സ്പീക്കറെ ഓം ബിർളയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ നിയമിക്കുമെന്ന് താങ്കൾ പറയുന്നു. ഇതാണോ ഭരണഘടനയെ മാനിക്കൽ? അല്ല, ഞങ്ങൾ ഭരണഘടനയ്ക്കെതിരായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. 370 എടുത്തു കളഞ്ഞു. അത് പാർലമെന്റിന്റെ തീരുമാനമാണ്, ഭരണഘടനയുടെ ഭേദഗതിയാണ്. അതേപോലെ തന്നെ അത് റീഇൻസ്റ്റേറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ യഥാസമയത്ത് തീരുമാനമെടുക്കും. കോടതി വിധി ഞങ്ങൾ ഇന്ന ദിവസം നടപ്പിലാക്കണമെന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. കൺസിഡർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അത് ഗവൺമെന്റ് കൺസിഡർ ചെയ്യും. ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിൽ സ്പീക്കർ തീരുമാനം എടുക്കേണ്ട സമയം. അല്ല, അത് സർക്കാരിന്റെ നിലപാടിന്റെ പ്രശ്നമാണ്. കഴിഞ്ഞ സഭയിലും നിങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കറെ കൊടുത്തില്ല, ഈ സഭയിലും കൊടുക്കുന്നില്ല. ഭരണഘടന പറയുന്ന പദവിയാണ്, ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശമാണ്. അത് ഓം ബിർളയുടെയോ ഏതെങ്കിലും സ്പീക്കറുടെയോ ഔദാര്യമല്ല. അല്ല, നോക്കാം. അതിനെക്കുറിച്ച് സ്പീക്കർ തന്നെ മറുപടി പറയട്ടെ. ഞാൻ അവിടെ ഇരുന്നിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അതിപ്പോൾ അതിൻ്റെ കസ്റ്റോഡിയൻ തീരുമാനം എടുക്കേണ്ട ആള് ലോക്സഭാ സ്പീക്കറാണ്. BJP യുടെ തീരുമാനമല്ല അവിടെ വരേണ്ടത്.